നമസ്കാരം. ആറന്മുള മഹാക്ഷേത്രത്തിൽ ഒരു പ്രധാന വഴിപാടാണ് തിരുവോണത്തോണി സ്വീകരിക്കുക. അതിനെക്കുറിച്ചുള്ള അറിവ് കിഴക്ക് റാന്നിക്കിപ്പുറത്ത് കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം, കാട്ടൂർ മഠം, അവിടെ നിന്നാണ് തിരുവോണത്തോണി തിരിക്കുന്നത്. അത് മുൻപ് കാലത്ത് കെട്ടുവള്ളത്തിൽ ആണ് തിരിച്ചിരുന്നത്. കെട്ടുവള്ളത്തിൽ അവിടുന്നുള്ള ഭക്തജനങ്ങൾ അവരോടൊപ്പം വഞ്ചി തൊഴയാനായിട്ടുള്ള ആളുകളും എല്ലാമായിട്ടാണ് തിരിച്ചിരുന്നത്. പിന്നീട് അത് പുതിയ രൂപത്തിലേക്ക് വന്നു. തിരുവോണത്തോണി ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിലും അത് പ്രത്യേകം ദേവസ്വം ബോർഡ് അണ്ടറിൽ പണി കഴിപ്പിച്ചു. ഒറ്റ ദിവസത്തേക്കാണ്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മഹാക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണി തിരിക്കും. അതിന് തൊഴിലെറിയേണ്ട ആളുകൾ സംഘാടകരുമെല്ലാമായിട്ട് നേരെ റാന്നിക്ക് പോകും. വൈകിട്ട് റാന്നി മഠത്തിൽ നിന്നും തിരുവോണത്തോണി തിരിച്ച് യാത്രയിൽ മിക്ക കരക്കാരും അതിനെ എതിരേറ്റ് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് അത് നേരം വെളുക്കാൻ കാലമാകുമ്പോഴത്തേക്ക് ആറന്മുള മഹാക്ഷേത്ര കടവിൽ വരും. അപ്പോൾ അവിടെ സ്വീകരിക്കുക, എന്നിട്ട് ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യുക. അപ്പം അതിൻ്റെ തിരുവോണത്തോണിയെക്കുറിച്ച് പറയുന്നത്, ഈ കാട്ടൂർ മഠത്തിൽ പണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. അദ്ദേഹം ദിവസവും ഒരാളെ കാല് കഴുകി ഊട്ട് കൊടുക്കുക പതിവാണ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരുവോണത്തിൻ്റെ തലേ ദിവസി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ വീട്ടിൽ ആരും വന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അദ്ദേഹം പ്രാർത്ഥിച്ചു, തിരുവാറോളത്തിനെ പ്രാർത്ഥിച്ച് തൻ്റെ കർമ്മം നിറവേറ്റാനായിട്ടുള്ള അവസരം തരണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ ചെന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരം കഴിക്കുന്നു. അദ്ദേഹത്തെ എതിരേറ്റ് കൊണ്ടുപോയി കടവിൽ കൊണ്ടുപോയി കാൽ കഴുകി കൊണ്ടുവന്ന് ഭക്ഷണമെല്ലാം കൊടുത്ത് അദ്ദേഹം യാത്ര പറയാൻ നേരത്ത് പറഞ്ഞു, ഇനി തൊട്ടുള്ള എനിക്ക് ഉള്ളത് അങ്ങ് ആറന്മുള കൊണ്ടുവന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന് മനസ്സിലായത് ആരെയാ സ്വീകരിച്ചത്. അദ്ദേഹം അത് ഏറ്റു പറഞ്ഞു. ആ ചടങ്ങ് തുടർന്നാണ് ഇപ്പോഴ് ഈ തിരുവോണത്തോണി ഇതിരിക്കുന്നത്. അപ്പോൾ തിരുവോണത്തോണിയിൽ വിഭവങ്ങൾ ചേർക്കുന്നത് നാട്ടുകാരെല്ലാം സംഘടിപ്പിച്ച പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും, അരി, അവല്, പഴം, ഇങ്ങനെല്ലാം ഉണ്ട്. അതും സങ്കല്പിച്ച് അതിൽ കയറ്റിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് കരക്കാർ സ്വീകരിച്ച് അവരുടെ കണക്ക് എന്തൊക്കെ ഉണ്ടോ അതും കൊടുക്കും. അത് ഈ പള്ളിയോടത്തിലല്ല, ഈ തിരുവോണത്തോണിയിൽ കയറ്റിയാണ് നേരെ ഏതാണ്ട് വെളുക്കാറാകുമ്പോഴത്തേക്കാണ് ആറന്മുള ക്ഷേത്ര കടവിലെത്തുന്നത്. അത് കഴിഞ്ഞ് അവിടെ കടവിൽ ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കുകയാണ്. വൻ ജനവാരി കൂടിയായിട്ടാണ് സ്വീകരിച്ച് ഇതിൽ കൊണ്ടുവന്ന വിഭവങ്ങളെല്ലാം കരയ്ക്കെടുത്ത് ആദ്യകാലത്ത് അത് തന്നെ വിതരണം ചെയ്തിരുന്നു. പിന്നീട് അത് പരിഷ്കരണമായി ഭക്ഷണമാക്കി ആയിരക്കണക്കിന് ആളുകൾ കൊടുക്കുക എന്നുള്ള ചടങ്ങായി. ഇപ്പോൾ അത് തന്നെയാണ് നടത്തുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ നടയിലും നാല് വശത്തും ഉള്ള
മണൽപ്പുറത്തിരുന്ന് ഭക്തജനങ്ങൾ ഈ ആഹാരം കഴിക്കും. അതൊരു വലിയ പുണ്യകർമ്മമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അത് ഭംഗിയായിട്ട് ഇപ്പോഴും നടത്തുന്നുണ്ട്. അതിന് മാറ്റമൊന്നും വരുത്താനായിട്ട് ഇതില്ല. ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഉള്ളത്, ആദ്യകാലത്ത് ഈ കെട്ടുവള്ളം കൊണ്ടുവന്ന് തുഴഞ്ഞുകൊണ്ടിരുന്നത് പരപ്പഴ എന്ന് പറഞ്ഞ കുടുംബം, അത് മലപ്പശ്ശേരിക്കരയുടെ കിഴക്കേറ്റത്തെ ഒരു കുടുംബമാണ്, ഒരു ക്രിസ്തീയ കുടുംബം. ആ ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങളാണ് തിരുവോണത്തോണി അന്ന് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് മാറ്റം വന്ന് ഇപ്പോൾ ഭക്തജനങ്ങൾ തന്നെയാണ് തുഴഞ്ഞ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കാട്ടുമഠത്തിനും ആ പരിസരത്തുമുള്ള വിശ്വാസികളായ ആളുകളെല്ലാം കൂടാണ് ഈ തിരുവോണത്തോണി കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവന്ന അന്നത്തെ ഇത് കഴിഞ്ഞാൽ വൈകിട്ട് ഈ തിരുവോണത്തോണി അവിടെ തന്നെ കയറ്റി വെക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്. അതിന് തോണിപ്പുരയുണ്ട്. ആ തോണിപ്പുരയിൽ കയറ്റി വെക്കും. പിന്നീട് അതിൻ്റെ ഇറക്കുന്നത് അടുത്ത വർഷം മാത്രമാണ്. അപ്പോൾ വർഷത്തിലൊരൊറ്റ ദിവസം മാത്രമേ ഇതിനെ കയറ്റുന്നതോ ഇറക്കുന്നതോ എല്ലാം ഇതുണ്ട്. എന്നാലും ഭക്തജനങ്ങളുടെ അവരുടെ ഭക്തരുടെ താല്പര്യങ്ങൾ കാണിക്കാനും അവർക്കതിൽ നിന്നുണ്ടാകുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്താലുണ്ടാകുന്ന പ്രയോജനം കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതാണ് തിരുവോണത്തോണിയെക്കുറിച്ചുള്ള കഥ.